ഓം നമ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം മഹാദേവ്യേ നമ. ഓം ശ്യാമളായേ നമ. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്യാമളാ ദണ്ഡകത്തിലെ ധ്യാന ശ്ലോകവും പ്രാർത്ഥനയുമാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇനിയും ദണ്ഡകം പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യമായി ശ്യാമളാദേവിയുടെ മുഖവർണ്ണനയാണ്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, എല്ലാത്തിനും വാച്യാർത്ഥവുമുണ്ട്, സാരാർത്ഥവും ഉണ്ട്. അണിയോരണിയാൻ മഹതോ മഹീയാൻ ആത്മസ്യ ജന്തോർ നിഹിതോ ഗുഹായ തമക്രതു പശ്യതു വീതശോകാത് ധാതുപ്രസാദം മഹിമാനമാത്മന. ഇങ്ങനെയാണ് ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. പരമാണുവിലും ഈ മുഴുവൻ പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്ന അതേ ചൈതന്യം തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ ആത്മസ്വരൂപമായി ഇരിക്കുന്ന ആ ചേതന. യഥാ പിണ്ഡേ തഥാ അണ്ഡേ. നമ്മളുടെ ഈ ശരീരത്തിൽ എന്തുണ്ടോ അതിൻ്റെ ഒരു വലിയ പതിപ്പ് മാത്രമാണ് ഈ ബ്രഹ്മാണ്ഡം. അതുകൊണ്ട് ശരീരത്തിൽ എന്തുണ്ടോ അത് തന്നെയാണ് ബ്രഹ്മാണ്ഡത്തിലും ഉള്ളത്. അതുകൊണ്ട് ദേവി ബ്രഹ്മാണ്ഡം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ദേവിയുണ്ട്. അതുകൊണ്ട് ദേവി വർത്തിക്കുന്നതായ ആ മണിദ്വീപ് നമ്മളുടെ ഉള്ളിലുമുണ്ട്. ആ ദേവി ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലും ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ളതായ ആ ചേതനയെ തന്നെയാണ് ഇവിടെ നമ്മൾ സ്തുതിക്കുന്നതും ഭജിക്കുന്നതും എല്ലാം. ഭക്തിക്ക് തന്നിൽ നിന്നും അന്യമായ ഒരു ദേവത വേണം. ആ ദേവതയെ ഉപാസിച്ച് ദേവതയും ഉപാസകനും ഒന്നായി തന്മയീഭവിക്കുന്നതാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിൽ നിന്ന് അന്യമായി ഈ ശ്യാമളയെ പഠിക്കുമ്പോൾ നമ്മളിൽ തന്നെ ആ ശ്യാമളയുണ്ട്. അത് എങ്ങനെയൊക്കെ നമ്മളിൽ ഈ ശ്യാമള വർത്തിക്കുന്നു എന്ന സാരം കൂടി മനസ്സിലാക്കി നമ്മൾ മുൻപോട്ട് പോകണം എന്ന് സാരം. അപ്പോൾ മണിദ്വീപത്തിൽ ദേവി വർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മണിദ്വീപം നമ്മുടെ ഉള്ളിലുമുണ്ട്. അത് എങ്ങനെ, എന്ത് എന്നെല്ലാം പഠിച്ചുകൊണ്ട് വേണം നമ്മൾ മുൻപോട്ട് പോകേണ്ടുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ആകെ 20 ദണ്ഡകങ്ങളാണ് ഉള്ളത്. അതിൽ 4 എണ്ണമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ദണ്ഡകം ഞാനൊന്ന് പറയാം. ജയ ജനനി സുധാ സമുദ്രാന്തരുദ്യന്മണിദ്വീപ സംരൂഢ ബില്വാടവീ മധ്യ കൽപദ്രുമാകൽപകാദംബകാന്താരവാസപ്രിയേ കൃത്തിവാസപ്രിയേ സർവലോകപ്രിയേ. ഇനിയും ഇതിൻ്റെ അർത്ഥം പറയാം. ജയ ജനനി, ലോകമാതാവ് ജയിക്കട്ടെ. സുധാസമുദ്ര അന്ധ, സുധാസമുദ്രത്തിൻ്റെ മധ്യത്തിൽ, അമൃതക്കടലിൻ്റെ നടുക്ക്. ഉദ്യത് മണിദ്വീപ, പ്രകാശിച്ചു നിൽക്കുന്ന മണിദ്വീപത്തിൽ. സംരൂഢ ബില്വാടവീ മധ്യ, ഒന്നിച്ചു വളർന്നു നിൽക്കുന്ന താമരക്കാടിൻ്റെ നടുക്ക്. സംരൂഢം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു വളർന്നു നിൽക്കുന്ന, ബില്വം എന്ന് പറഞ്ഞാൽ കൂവളം, അടവി കാട്. അപ്പം സംരൂഢ ബില്വാടവീ മധ്യം, ഒന്നിച്ചു വളർന്നു നിൽക്കുന്ന ആ കൂവളക്കാടിൻ്റെ നടുക്ക്. കൽപ്പദ്രുമ ആകൽപ്പ, കൽപ്പദ്രുമം, കൽപ്പവൃക്ഷങ്ങൾ, ദ്രുമം എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ. അപ്പം കൽപ്പദ്രുമം, കൽപ്പവൃക്ഷങ്ങളാൽ ആകൽപ്പം അലങ്കരിക്കപ്പെട്ട കാദംബ കാന്താരം, കദംബ വനം, കാന്താരം വനം. അപ്പം കദംബ വനം. വാസപ്രിയെ, ആ വനത്തിൽ വസിക്കുന്നത് ഇഷ്ടപ്പെടുന്നവളെ. അപ്പോൾ സുധാസമുദ്രത്തിൻ്റെ മധ്യത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന മണിദ്വീപത്തിൽ ഒന്നിച്ചു വളർന്നു നിൽക്കുന്നതായ കൂവളക്കാടിൻ്റെ മധ്യത്തിൽ കൽപ്പവൃക്ഷങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായ
കദംബ വനത്തിൽ വാസം ഇഷ്ടപ്പെടുന്നവളെ, കൃത്തിവാസസ്സായ ശിവന്റെ പത്നിയായിരിക്കുന്നവളെ, സർവലോകത്തിനും പ്രിയയായിരിക്കുന്നവളെ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. ഇത് ഒറ്റശ്വാസത്തിന് ഇവിടെ സുധാസമുദ്രാന്തരുദ്യന്മണി ദ്വീപ സംരൂഢ ബില്വാടവീ മധ്യകൽപ്പദ്രുമാകൽപ്പകാദംബകാന്താരവാസപ്രിയേ എന്ന് ചൊല്ലിയാൽ അതാണ് ശ്രേഷ്ഠം, ശ്വാസമെടുത്ത് ചൊല്ലിയാൽ. ഇനിയിപ്പോൾ അങ്ങനെ ചൊല്ലാൻ പറ്റാത്തവര് ഞാൻ പറയുന്നിടത്ത് മുറിക്കുക. ജയജനനി സുധാസമുദ്രാന്തരുദ്യന്മണി ദ്വീപ സംരൂഢ ബില്വാടവീ മധ്യ കൽപ്പദ്രുമാകൽപ്പ കാദംബകാന്താരവാസപ്രിയേ എന്ന് മുറിച്ചു ചൊല്ലാം. അപ്പോൾ ജയജനനി സുധാസമുദ്രാന്തരുദ്യന്മണി ദ്വീപ സംരൂഢ ബില്വാടവീ മധ്യ കൽപ്പദ്രുമാകൽപ്പ കാദംബകാന്താരവാസപ്രിയേ. ഇങ്ങനെ മുറിച്ച് ചൊല്ലാം അവരവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ. പിന്നെ കൃത്തിവാസപ്രിയേ, സർവലോകപ്രിയേ. എന്തായാലും ആ മുറിക്കാതെ കണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഇതൊരു പ്രാണായാമം കൂടിയാണ്. അതുകൊണ്ട് ശരിയായിട്ട് സാഹിത്യം പഠിച്ചതിന് ശേഷം പിന്നീട് ഒറ്റ ശ്വാസത്തിന് ശ്വാസം എടുത്തുകൊണ്ട് ജപിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ജയ ജനനി സുധാസമുദ്രാന്തരുദ്യന്മണി ദ്വീപ സംരൂഢ ബില്വാടവീ മധ്യ കൽപ്പദ്രുമാകൽപ്പകാദംബകാന്താരവാസപ്രിയേ, കൃത്തിവാസപ്രിയേ, സർവലോകപ്രിയേ. ഇപ്പോൾ നമ്മൾ വാച്യാർത്ഥം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഉള്ളിലുണ്ട് ഈ മണിദ്വീപ്, നമ്മുടെ ഉള്ളിലുണ്ട് ഈ കൂവളക്കാട്, നമ്മുടെ ഉള്ളിലുണ്ട് ഈ കൽപ്പദ്രുമം, നമ്മുടെ ഉള്ളിലുണ്ട് ഈ കദംബ വൃക്ഷം. അത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെ കൃത്തിവാസസ്സുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സാരം അടുത്ത ഓഡിയോയിൽ പറയും. നിർബന്ധമായിട്ടും എല്ലാവരും അതുകൂടി കേട്ട് മനസ്സിലാക്കണമെന്ന് അറിയിക്കുകയാണ്. ഹരിയും. ഇനി നമുക്ക് ഒന്നാമത്തെ ദണ്ഡകത്തിൻ്റെ സാരാംശം ഒന്ന് നോക്കാം. സുധാസമുദ്രത്തിൻ്റെ നടുക്ക് പ്രകാശിച്ചു നിൽക്കുന്ന മണിദ്വീപത്തില്, കൂവളക്കാട്ടില്, കദംബ വൃക്ഷങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കദംബ വനത്തിലാണ് ദേവി വസിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ സുധാസമുദ്രം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചം മുഴുവനും എങ്ങനെയാണോ വസ്ത്രത്തിൽ നെടുകയും കുറുകയും നൂല് ഇഴവാകിയിരിക്കുന്നത് അതുപോലെ അതിനെ ഓതപ്രോതം എന്നാ വിളിക്കുക. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഓതപ്രോതമായി നിൽക്കുന്നതായ ആ പ്രാണനെ വേദം വിശേഷിപ്പിക്കുന്നത് അമൃതപ്രാണൻ എന്നാണ്. കാരണം അമൃതാത്മകമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ നിന്നും ചൈതന്യത്തിൽ നിന്നും സ്പന്ദിച്ചു പൊങ്ങിയതായ ആ ശക്തി, അതിനെയാണ് പ്രാണൻ എന്ന് പറയുക. ഏതസ്മാത് ജായതേ പ്രാണ എന്ന് ഉപനിഷത്തിലെ പറയും. ആ സ്പന്ദിച്ചു പൊങ്ങിയതായ പ്രാണനിൽ ആ ചേതന, ആ ചൈതന്യം, ആ അമൃതമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ അമൃതപ്രാണൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ അമൃതപ്രാണൻ കുറെ കൂടി സ്ഥൂലമായി അത് മൂന്നായിട്ട് പിരിയുന്നു. രജോ ഗുണാത്മകം, സാത്വികാത്മകം, തമോ ഗുണാത്മകം. തമോ ഗുണങ്ങൾ കൂടുതൽ സ്ഥൂലീഭവിച്ചാണ് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഉണ്ടാകുന്നത്. അത് കൂടുതൽ സ്ഥൂലീഭവിച്ചിട്ടാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. ഈ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായ ഇന്ദ്രിയങ്ങൾ രജോ ഗുണത്തിൽ നിന്നും ഉണ്ടായി. അതുപോലെ അവയെല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്നതായ അന്ധക്കരണം അത് സാത്വിക ഗുണത്തിൽ നിന്നും ഉണ്ടായതാണ്. അങ്ങനെ ഈ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം മുഴുവനും ഈ അമൃതപ്രാണനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അമൃതപ്രാണന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ മാത്രമാണ്. ഈ അമൃതപ്രാണൻ നമ്മുടെ ഉള്ളിലും വർത്തിക്കുന്നു. ഈ അമൃതപ്രാണനിലാണ് നമ്മൾ വർത്തിക്കുന്നത്. നമ്മുടെ മുഖ്യ പ്രാണനിലാണ് നമ്മളുടെ ഇന്ദ്രിയ മനോബുദ്ധികളെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഈ മുഖ്യപ്രാണനെ അമൃതപ്രാണൻ എന്നാണ് വിളിക്കുക.
ഈ മുഖ്യപ്രാണനാകുന്നതായ അമൃതപ്രാണനെയാണ് ഇവിടെ സുധാസമുദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സുധാസമുദ്രമാകുന്ന പ്രാണനിലാണ് നമ്മളുടെ അന്ധക്കരണം നിൽക്കുന്നത്. അന്ധക്കരണത്തിലാണല്ലോ നമ്മുടെ അനുഭവങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന 4 ഉൾപ്പിരിവുകൾ ഉണ്ട് ഈ അന്ധക്കരണത്തിന്. എങ്കിലും അതിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് അന്ധക്കരണം. ഈ അമൃതപ്രാണനാകുന്ന സുധാസമുദ്രത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നതായ മണിദ്വീപ് നമ്മളുടെ അന്ധക്കരണമാണ്. ഈ അന്ധക്കരണത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്നതായ 3 അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. എപ്പോഴാണോ സാത്വിക ഗുണം വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ജാഗ്രത അവസ്ഥയും, രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ സ്വപ്നാവസ്ഥയും, തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ സുഷുപ്തിയാവസ്ഥയും ഉണ്ടാകുന്നു. ഈ 3 ഗുണങ്ങളും ഒരുപോലെ ഒന്ന് ചേർന്നിരിക്കാം, സെപ്പറേറ്റ് മാറി മാറി ഇരിക്കുകയല്ല. ഏതുപോലെ? കൂവളത്തിൻ്റെ ഇല പോലെ. അതുപോലെ ഈ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക. ഒന്ന് കഴിഞ്ഞൊന്ന് അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ജാഗ്രതയിൽ തന്നെ സ്വപ്നവും ഉണ്ട്, സുഷുപ്തിയുണ്ട്. നമ്മൾ അറിയാതെ കണ്ട് ബ്ലാക്ക് ഔട്ടൊക്കെ ആയി പോകാറുണ്ട് ചിലപ്പോഴും, ഇല്ലേ? നമ്മൾ അറിയാതെ കണ്ട് നമ്മൾ സ്വപ്നത്തിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇതെപ്പോഴും ചേർന്നിരിക്കുകയാണ്. എന്തുപോലെ? ഈ കൂവളത്തിൻ്റെ ഇല പോലെ. അങ്ങനെ നമ്മുടെ അന്ധകരണത്തിൻ്റെ സാത്വിക, രാജസ, താമസ ഗുണാത്മകമായ ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയാത്മകമായ നമ്മുടെ അന്ധകരണത്തിന്റെ പ്രതീകമാണ് ഈ ബില്വം. ബില്വം എന്ന വാക്കിന്റെ അർത്ഥം പാപത്തെ നശിപ്പിക്കുന്നതേ എന്നാണ്. നമുക്ക് മനസ്സും ബുദ്ധിയും ചിത്തവും ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കർമ്മം ചെയ്ത് നമ്മുടെ പാപത്തെ നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാപത്തെ നശിപ്പിക്കുവാൻ ഉതകുന്നത് നമ്മുടെ അന്ധകരണത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ആ അന്ധകരണത്തിൻ്റെ പ്രതീകമാണ് ഈ ബില്വാടവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂവളക്കാട് എന്ന് പറയുന്നത്. കാരണം എണ്ണമില്ലാത്ത അത്രയും ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അതിനെ കാടായിട്ട് പറയുവാനുള്ള കാരണം. ഇനിയും ഈ അന്ധകരണമാകുന്നതായ കൂവളക്കാട്ടിലെ കൽപ്പദ്രുമം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കൽപ്പം എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളാണ്. അത് വൃക്ഷം പോലെയാണ്. സങ്കല്പങ്ങളാണല്ലോ നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിച്ച് നമുക്ക് ഫലത്തെ, സുഖത്തെയും ദുഃഖത്തെയും ഒക്കെ തരുന്നത് സങ്കല്പങ്ങളാണ്. അത് വൃക്ഷം പോലെ, ഒരു സങ്കല്പം അങ്ങനെ വൃക്ഷം പോലെ ശാഖോപശാഖകളായിട്ട് അങ്ങനെ വളരുകയാണ്. അങ്ങനെ സങ്കല്പങ്ങളാകുന്ന കൽപ്പദ്രുമങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതായ അന്ധകരണം. ആ അന്ധകരണത്തിൽ കദംബ വനത്തിൽ ദൈവം വർത്തിക്കുന്നു. ഇനി കദംബം എന്ന് പറഞ്ഞാലോ കോലാഹല രൂപത്തിൽ കുൽസിതമായി ശബ്ദിക്കുന്നത് എന്നാണ് കദംബം എന്ന വാക്കിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഹിംസിക്കുന്നത് എന്നാണ്. ഹിംസിക്കുക, നമ്മുടെ ഉള്ളിലെ പാപത്തെ ഹിംസിക്കുക, നമ്മുടെ ഉള്ളിലെ ആ ദുഷ്ടതയെ ഹിംസിക്കുക, സ്വാർത്ഥതയെ ഹിംസിക്കുക. അത് ജ്ഞാനം കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതായ അന്ധകരണത്തിൽ ജ്ഞാനസ്വരൂപമായി വർത്തിക്കുന്നവളാണ് ദേവി എന്ന് സാരം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അമൃതപ്രാണനിൽ പ്രകാശിച്ചു നിൽക്കുന്ന അന്ധകരണത്തിലെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, താമസ, രാജസ, സാത്വിക ഗുണങ്ങളുടെ മിശ്രിതമായിരിക്കുന്ന ആ അന്ധകരണത്തിൽ, സങ്കല്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതായ അന്ധകരണത്തിൽ നമ്മുടെ പാപത്തെ നശിപ്പിക്കുവാൻ ഉതകുന്നതായ ജ്ഞാനസ്വരൂപമായിട്ട് വർത്തിക്കുന്നു ദേവി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ആ ദേവിയോടൊപ്പം തന്നെയുള്ള ശുദ്ധ ചൈതന്യത്തെ വിളിക്കുന്ന പേരാണ് ശിവൻ, അല്ലെങ്കിൽ കൃത്തിവാസസ്. ശിവൻ ഇല്ലാതെ കണ്ട് ശക്തിയില്ല, ശക്തി ഇല്ലാതെ കണ്ട് ശിവനുമില്ല. ആ ശുദ്ധ ബ്രഹ്മത്തിൽ നിന്നാണല്ലോ ഈ സ്പന്ദിച്ചു പൊങ്ങിയത് ഈ ശക്തി. ആ ശുദ്ധ ബ്രഹ്മം ഈ ശക്തിയോട് തന്നെ ചേർന്നുണ്ട്. ആ ശുദ്ധ ബ്രഹ്മത്തിനെ വിളിക്കുന്ന പേരാണ് കൃത്തിവാസസ്. അതായത് മതയാനയുടെ രൂപത്തിലുള്ളതായ ഒരു അസുരനെ കൊന്നിട്ട് അതിൻ്റെ തോലെടുത്ത് ഉടുത്തതാണ് ശിവൻ. അതുകൊണ്ടാണ് കൃത്തിവാസസ് എന്ന് പേര് കിട്ടാൻ കാരണമെന്നൊക്കെ പുരാണ കഥകൾ പറയും. ഈ മതയാന നമ്മളുടെ എല്ലാം മനസ്സാണ്. അതിൻ്റെ തോല എന്ന് പറയുന്നത് ചിന്തകളാണ്. അത് പ്രാപഞ്ചിക വിഷയങ്ങളോട് ചേർന്ന ചിന്തകളാകുമ്പോൾ അത് മനസ്സിനകത്ത് മതം കൊള്ളും. മറിച്ച് ആ മനസ്സിനകത്തെ ചിന്തകൾ ശിവാത്മകമാകുമ്പോൾ, ഈശ്വരീയം ആകുമ്പോൾ അത് ശിവാത്മകമായിട്ട് മാറും.
ശിവസങ്കല്പ സൂക്തം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് യജ്ജാഗ്രതോ ദൂരമുദൈതി ദൈവം തതു സുപ്തസ്യ തദൈവൈതി ദൂരംഗമം ജ്യോതിഷാം ജ്യോതിരേകം തന്മേ ശിവസങ്കല്പമസ്തു. എൻ്റെ മനസ്സിനകത്ത് ശിവസങ്കല്പമുണ്ടാകട്ടെ. അങ്ങനെ ശിവസങ്കല്പമുള്ളതായ മനസ്സോടു കൂടിയവൻ, അതായത് ഭൗതികമായ കാമങ്ങളെയെല്ലാം ദഹിപ്പിച്ചവൻ, ആ കാമേശ്വരനാണ് ഇവിടെ ദേവിയുടെ ഭർത്താവായിരിക്കുന്നത്. ആ കൃത്യവാസസ്സായിരിക്കുന്ന ശിവന് പ്രിയപ്പെട്ടവളാണ് ദേവി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. എന്നിട്ട് പറയുകയാണ് സർവലോകപ്രിയേ, സർവ ചരാചരങ്ങളെയും പ്രിയത്തോട് കാത്തരുളുന്ന ജയജനനി, അമ്മേ ജയിച്ചാലും എന്നാണ് ഇതിൻ്റെ സാരം. അപ്പോൾ കാമനെ ദഹിപ്പിച്ച മംഗളാത്മകമായ സങ്കല്പങ്ങളോടുകൂടിയ മംഗളസ്വരൂപനായ ശിവനു പ്രിയപ്പെട്ടവളും സർവലോകങ്ങളെയും സർവചരാചരങ്ങളെയും പ്രിയത്തോടെ കാത്തരുളുന്നവളുമായ ആ ദേവി ജ്ഞാനസ്വരൂപിണിയായി നമ്മുടെ ഉള്ളിൽ വർത്തിക്കുന്നു. അങ്ങനെയുള്ള ആ ജഗജ്ജനനി ജയിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരാംശം വരിക. ജയജനനി സുധാസമുദ്ര അന്ത ഉദ്യത് മണിദ്വീപ സംരൂഢ ബില്വാടവീ മധ്യ കൽപദ്രുമാകൽപ കാദംബ കാന്താരവാസപ്രിയേ കൃത്തിവാസപ്രിയേ സർവലോകപ്രിയേ. പറയുന്നത് ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ ഒന്നായിട്ട് ജപിക്കാൻ പറ്റിയാൽ നല്ലത്, ഇല്ലെങ്കിൽ ജയജനനി സുധാസമുദ്രാന്തരുദ്യന്മണിദ്വീപ അവിടെ നിർത്താം, സംരൂഢ ബില്വാടവീ മധ്യ അവിടെ നിർത്താം, കൽപദ്രുമാകൽപ അവിടെ നിർത്താം, കാദംബ കാന്താരവാസപ്രിയേ എന്ന് ജപിക്കാം. ജയജനനി സുധാസമുദ്രാന്തരുദ്യന്മണിദ്വീപ സംരൂഢ ബില്വാടവീ മധ്യ കൽപദ്രുമാകൽപ കാദംബകാന്താരവാസപ്രിയേ കൃത്തിവാസപ്രിയേ സർവലോകപ്രിയേ. അല്ലെങ്കിൽ ജയജനനി സുധാസമുദ്രാന്തരുദ്യന്മണിദ്വീപ സംരൂഢ ബില്വാടവീ മധ്യ കൽപദ്രുമാകൽപ കാദംബകാന്താരവാസപ്രിയേ കൃത്തിവാസപ്രിയേ സർവലോകപ്രിയേ. ഹരി ഓം.